ചേച്ചി റിസപ്ഷൻ എവിടെയാ? ഇതാ അവിടെ ആ കുട്ടി ഇരിക്കുന്നവിടുന്ന്. ഒരു കാര്യം ചെയ്യും, അമ്മ അച്ഛനും ഇവിടെ ഇരിക്കും, ഞാൻ റിസപ്ഷനിൽ പോയി ചോദിച്ചിട്ട് വരാം. എന്തായിരുന്നു? ഡോക്ടറെ കാണിക്കാൻ വന്നെയാ. ഏത് ഡോക്ടറിനെയാ? ഡോക്ടർ അദ്വൈത്. ഏത് സ്പെഷ്യാലിറ്റിയാ? ഓൺകോളജി. ഇന്നലെ ആയിരുന്നു ബുക്ക് ചെയ്തേ? രമ്യ എന്ന പേര്. 35ാമത്തെ ടോക്കനാണ്. ഓക്കെ. 5th ഫ്ലോർ. ശരി, ഓക്കെ. അമ്മ എന്തിനാ പേടിക്കുന്നത്? റിസൾട്ട് വന്നേലേ ഉള്ളൂ, നമുക്ക് നോക്കാം. അമ്മ പേടിക്കാതിരിക്കും. നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടല്ലേ? എന്തായാലും നമ്മളൊക്കെ ഇല്ലേ കൂടെ. ഡോക്ടർ ജി, രമ്യയുടെ ബയോപ്സി റിസൾട്ട് വന്നിട്ടുണ്ട്. അവർ പുറത്ത് നിൽക്കുന്നുണ്ടോ? ആ, പുറത്തുണ്ട്. ആരെ കൂടെ ഉള്ള? ഹസ്ബൻഡും മകളും. അകത്തേക്ക് വരാൻ പറ. ശരി ഡോക്ടർ. രമ്യയുടെ കൂടെയുള്ളവർ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. നീ എന്നാ അവിടെ ഇരിക്കട്ടോ, ഞങ്ങൾ പോയിട്ട് വരാം. പേടിക്കൊന്നും വേണ്ട. ആ, ശരി. രമ്യൻ്റെ ഭർത്താവാണ്. മകളാണ്. എന്ത് ചെയ്യുന്നത്? കൃഷിപ്പണിയാണ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ നേരത്തെ രമ്യൻ്റെ ബയോപ്സി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതായത് സെർവിക്കൽ ക്യാൻസറാണ്, സ്റ്റേജ് 1 ആണ്. സാറേ, ഇനി ഇത് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 1 തന്നെ കണ്ടെത്തിയുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 2 അല്ലെങ്കിൽ 3 ആണ് കാണുന്നതെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് മരുന്നൊക്കെ കുടിച്ച് നേരെയാക്കാവുന്നതേ ഉള്ളൂ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. സർ, കണ്ടില്ലേ രമ്യയുടെ കാര്യം? ഇതുപോലെ എത്രയെത്ര പേർ. പക്ഷേ ഇവിടെ രമ്യ രോഗം നേരത്തെ കണ്ടുപിടിച്ചതിനാൽ തന്നെ തുടർന്നുള്ള നടപടികൾ എടുക്കാൻ രമ്യയ്ക്ക് സാധിക്കും. ഇതുപോലെ നേരത്തെ അസുഖം കണ്ടുപിടിക്കുന്നതിനും ചികിത്സ എളുപ്പമാക്കുന്നതിനുമൊക്കെയായി ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഗർഭാശയ മുഖാർബുദത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമുക്ക് കണ്ടാലോ? ഗർഭാശയത്തിന്റെ താഴെയുള്ള ഭാഗമായ സെർവിക്സ് അഥവാ ഗർഭാശയ മുഖത്തിന് വരുന്ന നിയന്ത്രണമില്ലാത്ത കോശങ്ങളുടെ വളർച്ചയാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖാർബുദം എന്ന് പറയുന്നത്. ഇന്ന് സ്ത്രീകളിൽ കാണപ്പെടുന്ന എല്ലാത്തരം ക്യാൻസറുകളിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ടതാണ് സെർവൈക്കൽ ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് സ്ത്രീകളിൽ കാണപ്പെടുന്നത്. ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ തീരെയില്ലാത്തതിനാൽ തന്നെ ചികിത്സയും ബുദ്ധിമുട്ടാണ്. എന്നാൽ നിയമിതമായ സ്ക്രീനിംഗ് പരിപാടികളിലൂടെ നമ്മൾക്കിത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും കഴിയുന്നതാണ്. ഇന്ത്യയിൽ ഏകദേശം 1,42,907 മുതൽ 1,32,000 കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ 1,00,000 ആളുകളിൽ 47% ആൾക്കാർ വരെ ഈ അസുഖം ബാധിച്ച് മരിക്കുന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് കാരണം 42% ആളുകൾ മരിക്കുന്നു. ഗർഭാശയമോ ക്യാൻസറിൻ്റെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. പിന്നെയുള്ളത് ചെറിയ പ്രായത്തിലുള്ള വിവാഹം, ഒന്നിലധികം പങ്കാളികളുമായുള്ള ലൈംഗിക ബന്ധം, ജനനേന്ദ്രിയ ഭാഗത്തെ ശുചിത്വക്കുറവ്, പുകവലി, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറവ്, ശരീരത്തിലെ പോഷകാഹാരക്കുറവ്, പിന്നെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായ ഉപയോഗം. ഇതൊക്കെയാണ് ഇതിൻ്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഗർഭാശയമോ ക്യാൻസറിൻ്റെ വ്യാപന മാർഗ്ഗങ്ങൾ. ഇതിൽ 3 തരത്തിലാണ് വ്യാപന മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് നേരിട്ടുള്ള വ്യാപനം. നേരിട്ടുള്ള വ്യാപനം എന്ന് പറയുമ്പോൾ അവയവങ്ങളിലേക്കുള്ള വ്യാപനം. അവയവങ്ങളിലേക്ക് നേരിടുമ്പോൾ നമ്മുടെ ഗർഭാശയമുഖത്തിൽ നിന്നും മറ്റുള്ള ഭാഗങ്ങളിലേക്കുള്ള ക്യാൻസർ സെല്ലിൻ്റെ വ്യാപനം. അത് ഏതൊക്കെയാണെന്ന് വെച്ചുമ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഗർഭാശയത്തിലേക്ക്, മൂത്രാശയത്തിലേക്ക്, മലാശയത്തിലേക്ക്, നമ്മുടെ യോനി ഭാഗങ്ങളിലേക്ക്. ഇതൊക്കെയാണ് നേരിട്ടുള്ള വ്യാപനം എന്ന് പറയുന്നത്. അടുത്തതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയുള്ള വ്യാപനം. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി നിയന്ത്രിക്കുന്ന ഭാഗമാണ് ലിംഫാറ്റിക് വെസലുകൾ. ലിംഫാറ്റിക് വെസലുകളിലൂടെ നമ്മുടെ ക്യാൻസർ സെല്ലുകൾ മറ്റ് ലിംഫാറ്റിക് നാളുകളിലേക്ക് പടരുന്ന അവസ്ഥയാണ് ലിംഫാറ്റിക് വെസലിലൂടെ വ്യാപനം എന്ന് പറയുന്നത്. അടുത്ത പറയുന്നതാണ് ഹെമറ്റോജനിക് വ്യാപനം. ഹെമറ്റോജനിക് വ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളിലൂടെയുള്ള ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയാണ് ഹെമറ്റോജനിക് വ്യാപനം എന്ന് പറയുന്നത്. ഇതിൽ എന്ന് പറയുന്നത് മെയിനായിട്ടും ശ്വാസകോശത്തിലേക്ക്, കരളിലേക്ക്, പിന്നെ നമ്മുടെ അസ്ഥികളിലേക്കൊക്കെ വ്യാപിക്കുന്നതിനെ ആണ് ഹെമറ്റോജനിക് വ്യാപനം എന്ന് പറയുന്നത്. പ്രധാനമായും ശ്വാസകോശ മുഖ ക്യാൻസറിനെ 4 ആയി തരംതിരിക്കാം.
സ്ക്വാമസ് സെൽ കാർസിനോമ, അഡിനോ കാർസിനോമ, അഡിനോസ്ക്വാമസ് കാർസിനോമ, സ്മോൾ സെൽ കാർസിനോമ. സ്ക്വാമസ് സെൽ കാർസിനോമ സെർവിക്സിൻ്റെ പുറംഭാഗത്തെ കോശങ്ങളിൽ കാണപ്പെടുന്നതാണ് സ്ക്വാമസ് സെൽ കാർസിനോമ. ഏകദേശം 70 to 80% ആളുകളിൽ ഇത് കാണപ്പെടുന്നു. പ്രധാനമായും ഹ്യൂമൻ പാപ്പിലോമ അണുബാധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് സ്ക്വാമസ് സെൽ കാർസിനോമ. അഡിനോ കാർസിനോമ ഗർഭാശയത്തിൻ്റെ ഗ്രന്ഥികളിൽ കാണപ്പെടുന്നവയാണ് അഡിനോ കാർസിനോമ. ഏകദേശം 10 to 20% ആളുകളിൽ ഇത് കാണപ്പെടുന്നു. അഡിനോസ്ക്വാമസ് കാർസിനോമ ഗർഭാശയത്തിൻ്റെ ഗ്രന്ഥികളിലും കോശങ്ങളിലും കാണപ്പെടുന്നവയാണ് അഡിനോസ്ക്വാമസ് കാർസിനോമ. സ്മോൾ സെൽ കാർസിനോമ വളരെ അപൂർവവും എന്നാൽ വേഗത്തിൽ പടരുന്നതുമാണ് സ്മോൾ സെൽ കാർസിനോമ. ഗർഭാശയമുഖത്തിലെ ക്യാൻസറിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ഏതെല്ലാം? പ്രാരംഭഘട്ടത്തിൽ ക്യാൻസർ കോശങ്ങൾ സെർവിക്സിൻ്റെ പുറംപാളിയിൽ മാത്രം കാണപ്പെടുന്നു, എന്നാൽ ഇത് ഇതര കോശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല. രണ്ടാമത്തെ ഘട്ടത്തിൽ ക്യാൻസർ കോശങ്ങൾ സെർവിക്സിൻ്റെ പുറംപാളിയിലേക്കും മറ്റ് ഇതര കോശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ക്യാൻസർ കോശങ്ങൾ സെർവിക്സിൻ്റെ ഭിത്തിയിലേക്കോ വച്ചതിനോട് താഴെത്തെ ഭാഗത്തേക്കോ വ്യാപിച്ചിരിക്കാം, എന്നാൽ ഇത് മൂത്രാശയത്തെ ബാധിക്കുന്നില്ല. നാലാമത്തെ ഘട്ടത്തിൽ മൂത്രാശയം, മലാശയം ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്കും ബാധിക്കും. ഗർഭാശയ മുഖാർബുദത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം? അസാധാരണമായി യോനിയിൽ നിന്നുണ്ടാവുന്ന രക്തസ്രാവം, അത് ലൈംഗിക ബന്ധത്തിന് ശേഷം മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് കഴിഞ്ഞും ഉണ്ടാകാം, അല്ലെങ്കിൽ മാസവിരാമത്തിന് ഇടയിൽ. അടുത്തതായി കണ്ടുവരുന്നത് അസാധാരണമായുള്ള സ്രവം, അത് ദുർഗന്ധമുള്ളതാകാം, വെള്ള നിറത്തിലുള്ളതാകാം, അല്ലെങ്കിൽ രക്തം കലർന്നതാകാം. അടുത്തതായി കാണപ്പെടുന്നതാണ് പെൽവിക് വേദന. പെൽവിക് വേദന എന്ന് വെച്ചാൽ അടിവയറ്റിന് താഴേക്ക് വേദന അനുഭവപ്പെടാം. ഭാരക്കുറവ്, ക്ഷീണം, വിളർച്ച, അനീമിയ, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്രമൊഴിക്കുമ്പോഴും മൂത്രനാളത്തിലും വേദന അനുഭവപ്പെടുന്നു. ഗർഭാശയ മുഖാർബുദത്തിൻ്റെ രോഗനിർണയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. സ്ത്രീകളിലെ ഗർഭാശയമുഖ ക്യാൻസർ കണ്ടെത്തുന്നതിനായി ചെയ്യുന്ന ഒരു സ്ക്രീനിംഗ് പരിശോധനയാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇതിലൂടെ ക്യാൻസർ നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെടുകയും അതിനുവേണ്ടിയുള്ള ചികിത്സാ മാർഗങ്ങൾ കണ്ടെത്തുവാനും കഴിയുന്നതാണ്. ഇത് എപ്പോഴെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ഓരോ 3 വർഷം കൂടുമ്പോഴും 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ പരിശോധന ചെയ്യേണ്ടതാണ്. കൂടാതെ ആർത്തവ ക്രമക്കേടുകൾ, വെള്ളപ്പോക്ക്, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കാണിക്കുന്ന സ്ത്രീകളും ഇത് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? 3 ദിവസം മുന്നേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. യോനിയിൽ വീര്യമേറിയ ക്രീമുകളോ ജെല്ലുകളോ സോപ്പുകളോ ഉപയോഗിച്ച് കഴുകാൻ പാടുള്ളതല്ല. ഇത് എങ്ങനെയാണ് നാം ചെയ്യുന്നത്? ഗർഭാശയമുഖത്തെ കോശങ്ങളെ ചുരുണ്ടിയെടുത്ത് അത് പരിശോധിക്കുകയും അതിലെ ക്യാൻസർ കോശങ്ങളെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത പരിശോധനയാണ് HPV ടെസ്റ്റ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ കോശങ്ങളിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരിശോധനയാണ് HPV ടെസ്റ്റ്. അടുത്തതാണ് കോൾപോസ്കോപ്പി. പ്രത്യേകതരം ഉപകരണം ഉപയോഗിച്ച് ഗർഭാശയമുഖം വലുതാക്കി പരിശോധിക്കുകയാണ് കോൾപോസ്കോപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അടുത്തതാണ് ബയോപ്സി. ഗർഭാശയമുഖത്തെ കോശങ്ങളെ സൂക്ഷ്മ പരിശോധിച്ച് ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റാണ് ബയോപ്സി. അടുത്തതാണ് ഇമേജിംഗ് പരിശോധനകൾ. CT, MRI, എക്സ്റേ പോലുള്ള ഇമേജിംഗ് പരിശോധന വഴി നമ്മുടെ ക്യാൻസർ എത്രത്തോളം മറ്റു കോശങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗർഭാശയ ക്യാൻസറിന്റെ ചികിത്സാ രീതി. ഒന്നാമത് ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയിലൂടെ ക്യാൻസർ ബാധിച്ച ഗർഭാശയവും മറ്റ് ടിഷ്യൂകളും നമുക്ക് നീക്കം ചെയ്യാം. രണ്ടാമത് റേഡിയേഷൻ തെറാപ്പി. ഊർജ്ജമുള്ള കിരണങ്ങൾ വെച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്നതിനാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. മൂന്നാമത് കീമോതെറാപ്പി. ക്യാൻസർ മരുന്നുകൾ വെച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. നാലാമത് ടാർഗറ്റഡ് തെറാപ്പി. ക്യാൻസർ തരങ്ങളെ മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ നൽകുന്ന ചികിത്സാ രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി. അഞ്ചാമത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. രോഗത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ രോഗിയുടെ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും നമ്മൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ചികിത്സാ രീതിയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. ഗർഭാശയമുഖ ക്യാൻസറിൻ്റെ പ്രതിരോധവും നിയന്ത്രണ മാർഗങ്ങളും. ആദ്യമായി ആരോഗ്യ ബോധവൽക്കരണം. സ്ത്രീകളിൽ ഗർഭാശയമുഖ ക്യാൻസറിനെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ, അപകടകാരികൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അടുത്തതായി സ്ക്രീനിംഗ് പരിശോധനകൾ. സ്ത്രീകൾക്ക് സ്ഥിരമായി പാപ്സ്മിയർ പോലുള്ള പരിശോധനകൾ നടത്താൻ പ്രോത്സാഹിപ്പിക്കുക. അതുവഴി ഇവരിൽ രോഗം കണ്ടെത്താനും അത് നിയന്ത്രിക്കാനും സാധിക്കുന്നു. അടുത്തതായി HPV വാക്സിനേഷൻ. എന്താണ് HPV വാക്സിനേഷൻ? നമ്മൾ പെൺകുട്ടികൾക്ക് ഭാവിയിൽ വന്നേക്കാവുന്ന മാരകമായ ഒരു രോഗമാണ് ഗർഭാശയ ഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. ഇത് HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് പകർത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒറ്റ ഡോസ് HPV വാക്സിൻ കൊണ്ട് സാധിക്കും. ലോകത്ത് ഗർഭാശയ ഗള ക്യാൻസറിന്റെ 99% ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ സ്ഥിരമായി തുടരുന്ന അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. അത് ഈ വാക്സിനേഷൻ കൊണ്ട് തടയാൻ സാധിക്കുന്നതാണ്.
വെരി ഗുഡ് അംല. നിന്നെ പോലെ തന്നെ നിന്റെ തീരുമാനങ്ങളും വേറൊരു ലെവലാണ്. HPV വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ 14 വയസ്സ് ജന്മദിനം ആഘോഷിച്ചതുമായ എന്നാൽ 15ാം ജന്മദിനം ആഘോഷിക്കാത്തതുമായ പെൺകുട്ടികൾക്കാണ് നൽകുന്നത്. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിനേഷൻ 2026 ഫെബ്രുവരി 28 മുതൽ 3 മാസ കാലയളവിൽ നിശ്ചിത ദിവസങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ്. അടുത്തതായി സുരക്ഷിത ലൈംഗിക ജീവിതം. ഒരേ പങ്കാളിയുമായി ലൈംഗിക ബന്ധം ശീലിക്കുക, സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കൽ എന്നിവ രോഗസാധ്യത കുറയ്ക്കുന്നു. അടുത്തതായി സമയബന്ധിത ചികിത്സ. അസാധാരണമായ രക്തസ്രാവം പോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോവുക. അടുത്തതായി ആരോഗ്യ ക്യാമ്പുകൾ. ഗ്രാമങ്ങളിലും സമൂഹങ്ങളിലും സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സ്ത്രീകളെ പരിശോധനയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. ഈ വീഡിയോയിലൂടെ ഗർഭാശയ മുഖ ക്യാൻസർ എന്താണെന്നും അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വരുന്നതെന്നും അതിൻ്റെ ഘട്ടങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നും ചികിത്സാ രീതികൾ എന്താണെന്നും നാം മനസ്സിലാക്കി. ഇതിനെതിരെ നേരത്തെ തന്നെ രോഗങ്ങൾ നാം കണ്ടുപിടിക്കുകയും അതിനുവേണ്ടിയുള്ള ചികിത്സാ മാർഗങ്ങൾ നാം കണ്ടെത്തുകയും